തൃശൂർ ഇരിങ്ങാലക്കുടയിൽ കോൺഗ്രസ് എ ഗ്രൂപ്പ് നേതാക്കളുടെ യോഗം ചേർന്നു. KPCC ജില്ലാ ബ്ലോക്ക് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ITO ബാങ്ക് ഹാളിലായിരുന്നു യോഗം. ഉമ്മൻചാണ്ടി സ്മൃതി എന്ന നിലയിലാണ് എ ഗ്രൂപ്പ് പ്രത്യേക യോഗം ചേർന്ന് സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, ഈ യോഗത്തിന് പ്രത്യേക ലക്ഷ്യം എന്തെങ്കിലും ഉണ്ടോ? വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ഒരു യോഗമാണ് ഇന്ന് നടന്നത്. നേരത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ DCCയിൽ കൂട്ടത്തല്ലും ഈ ഗ്രൂപ്പ് വഴക്കും എല്ലാം നമ്മൾ കണ്ടതാണ്. അന്ന് ഈ പ്രശ്നപരിഹാരത്തിനായി പുതിയ DCC പ്രസിഡന്റ് അടക്കം നിയോഗിച്ച് വലിയ പ്രശ്നങ്ങളില്ലാതെ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം എന്ന് നേതാക്കൾ താക്കീത് നൽകിയതാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇരിങ്ങാലക്കുടയിൽ ഇന്ന് എ ഗ്രൂപ്പ് യോഗം ചേർന്നിരിക്കുന്നത്. ഉമ്മൻചാണ്ടി അനുസ്മരണം എന്ന നിലയിലായിരുന്നു ഈ യോഗം ചേർന്നത്. ആ യോഗം ചേരാനുള്ള സാഹചര്യമായി ഇവർ പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ ഈ ചരമവാർഷികമടക്കം സംഘടിപ്പിച്ചതിൽ വലിയ അലംഭാവമുണ്ടായി എന്ന് വിമർശനം ഉയർത്തിക്കൊണ്ടായിരുന്നു ഇവർ ഒരു സമാന്തര പരിപാടി എന്ന തരത്തിൽ ഈ സ്മൃതി സംഗമം നടത്തിയത്. അതിനുശേഷമാണ് ഈ ഗ്രൂപ്പ് യോഗം ചേർന്നത്. ഇതിൽ ഇവർ പ്രധാനമായും ഉണ്ടായ ചർച്ചകൾ ഇത്തരത്തിലാണ്. അതായത് കോൺഗ്രസിന് ജില്ലയിൽ എ ഗ്രൂപ്പിന് അധിക പരിഗണന ലഭിക്കുന്നില്ല, അർഹമായ പരിഗണന ലഭിക്കുന്നില്ല. അതോടൊപ്പം തന്നെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അർഹമായ പരിഗണന അത് എ ഗ്രൂപ്പ് അംഗങ്ങൾക്ക് നേടിയെടുക്കണം. കിട്ടാത്ത വശം അങ്ങനെ അർഹമായ പരിഗണന കിട്ടിയില്ലെങ്കിൽ ശക്തമായി പ്രതിരോധിക്കാനും തീരുമാനിച്ചു. KPCCയുടെ ജില്ലാ അതോടൊപ്പം തന്നെ ബ്ലോക്ക് KPCC ഭാരവാഹികൾ, ജില്ലാ ബ്ലോക്ക് ഭാരവാഹികൾ അടക്കമുള്ളവരാണ് ഇരിങ്ങാലക്കുട ഈ ITU ബാങ്ക് ഹാളിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. എന്തായാലും DCCയുടെ മുൻ പ്രസിഡന്റായിട്ടുള്ള O അബ്ദുറഹ്മാൻ, അതോടൊപ്പം തന്നെ KPCC മുൻ ജനറൽ സെക്രട്ടറി MB ജാക്സൺ, KPCC സെക്രട്ടറി ആയിട്ടുള്ള ജോൺ ഡാനിയൽ, വൈസ് പ്രസിഡന്റ് DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് തുടങ്ങി നിരവധി നേതാക്കൾ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു വിവരങ്ങൾ നൽകിയത്.